നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്തുകൊണ്ടായിരിക്കും ആരും അത് ശ്രദ്ധിക്കാതിരുന്നത്? നാടിയെ തളർത്തുന്ന മരുന്ന് ആരാണ് കുട്ടന് കൊടുക്കുന്നതെന്ന് കണ്ടെത്തണം. കുട്ടനകപ്പെട്ടിരിക്കുന്ന വലയിൽ നിന്നും കുട്ടനെ രക്ഷിക്കണം. ഇനിയും എന്റെ ചേച്ചിയെ ഉപദ്രവിക്കാനാണ് നിന്റെ തീരുമാനമെങ്കിൽ ഇതുപോലെ കയ്പ ജ്യൂസിലായിരിക്കില്ല ഞാൻ മറുപടി തരുന്നേ. എന്റെ ചേച്ചിയുടെ ഔദാര്യം കാരണം നീ ഇപ്പൊ ഈ കുടുംബത്തില് മരുമകളായി കഴിയുന്നേ. ആ ബോധം നിനക്ക് എപ്പോഴും വേണം. ചെറിയ രീതിയിലുള്ള കുശുമ്പ് കുന്നായ്മയൊക്കെ ആവാം, പക്ഷേ അതൊന്നും കുടുംബം നശിപ്പിക്കുന്ന തരത്തിലാവരുത്. ഇത് നിനക്ക് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വാർണിംഗ് ആണ്. ഓർത്തോ? കല്യാണം കഴിഞ്ഞ വിവരം ഞാൻ അറിഞ്ഞിരുന്നു. നന്നായി. ഈശ്വരൻ അറിഞ്ഞു തന്നെയാവും രണ്ടാളെയും കൂട്ടിച്ചേർത്തത്. കുട്ടനെ ഭേദപ്പെടുത്തിയെടുക്കാൻ ദേവികയ്ക്കല്ലാതെ മറ്റാർക്കും കഴിയുമെന്ന് തോന്നുന്നില്ല. കുട്ടന്റെ ഭാര്യയാകാൻ ഏറ്റവും അനുയോജ്യ ദേവിക തന്നെയാ. എനിക്ക് എത്രയും പെട്ടെന്ന് കുട്ടനെ പഴയ കുട്ടനാക്കി മാറ്റിയെടുക്കണം സ്വാമീച്ച. അതിനി അധികം കാത്തിരിക്കേണ്ടി വരുമെന്ന് തോന്നുന്നില്ല. മരുന്നെല്ലാം കൃത്യമായും സമയത്തിന് കൊടുക്കുന്നുണ്ടല്ലോ അല്ലേ? കൊടുക്കുന്നുണ്ട്. പക്ഷെ കുട്ടനിപ്പോ മരുന്നുകൾ കഴിക്കുമ്പോ ഭയങ്കര ക്ഷീണമാണ് സ്വാമീച്ച. അതെന്തുകൊണ്ടാണെന്ന് അറിയാനാ ഞാനിപ്പോ സ്വാമിയച്ഛനെ കാണാൻ വന്നത്. എവിടെ മരുന്ന് കാണട്ടെ? കുറച്ചു നാളുകളായിട്ട് ഈ മരുന്നുകളാ കുട്ടൻ കഴിക്കുന്നത്. ഇതിന്റെ ഡോസേജ് കൂടിയതുകൊണ്ടാണോ കുട്ടന് ക്ഷീണം തോന്നുന്നെന്ന് അറിയില്ല. ഡോസ് മാറ്റേണ്ടി വരുമോ? മരുന്ന് ഏതാണെന്ന് ഞാനൊന്ന് നോക്കട്ടെ. സ്വാമിച്ച, എന്തുപറ്റി? ഈ മരുന്നിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഈ മരുന്ന് ആരാ കുട്ടന് കൊടുത്തത്? കുട്ടന്റെ വീട്ടുകാർ കൊടുത്തുകൊണ്ടിരിക്കുന്ന മരുന്ന് ഇത്. എന്താ ഈ മരുന്നിന്റെ പ്രശ്നം? മോളെ, ഇത് നാഡികളെ തളർത്തുന്ന മരുന്നാണ്. ഇത് ഒരിക്കലും കഴിക്കാൻ പാടില്ല. നാഡിയെ തളർത്തുന്ന മരുന്നായതുകൊണ്ടാവാം കുട്ടന് ക്ഷീണം അനുഭവപ്പെടുന്നു. ഇത് കഴിച്ചെനിക്ക് വല്ലാത്ത ക്ഷീണമൊക്കെ വരും. എനിക്ക് നല്ല മയക്കമൊക്കെ വരും. ഏതായാലും ഇനി ഈ മരുന്ന് കുട്ടനെ കൊടുക്കണ്ട. അത് ദേവിക ശ്രദ്ധിക്കണം. അത് ഞാൻ ശ്രദ്ധിച്ചോളാം. ഇനി ഞാനിത് കുട്ടന് കൊടുക്കില്ല. പക്ഷെ ഇത്ര നാൾ ഈ ഗുളികൾ കഴിച്ചതിന്റെ പ്രശ്നം കുട്ടനുണ്ടാവില്ലേ? പേടിക്കണ്ട. അങ്ങനെ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അത് മാറാനുള്ള മരുന്നുകൾ ഞാൻ തരാം. കൂടെ ഒരു ചരടും ജപിച്ചു തരാം. വീട്ടിലെത്തിയാലുടൻ അത് കുട്ടന് കെട്ടിക്കൊടുത്തോളൂ. ശരി സ്വാമിച്ച. ഇത് നാഡികളെ തളർത്തുന്ന മരുന്നാണ്. ഇത് ഒരിക്കലും കഴിക്കാൻ പാടില്ല. കുട്ടന്റെ വീട്ടില് ആരായിരിക്കും ആ മരുന്നുകളൊക്കെ കൊണ്ടു കൊടുത്തിരിക്കുന്നത്? അത് അപകടകരമായ മരുന്നാണെന്ന് ആരും ഇതുവരെ തിരിച്ചറിഞ്ഞില്ലേ? ആരും അത് ശ്രദ്ധിച്ചുമില്ലേ? എന്തുകൊണ്ടായിരിക്കും ആരും അത് ശ്രദ്ധിക്കാതിരുന്നത്? നാടിയെ തളർത്തുന്ന മരുന്ന് ആരാണ് കുട്ടന് കൊടുക്കുന്നതെന്ന് കണ്ടെത്തണം. കുട്ടനകപ്പെട്ടിരിക്കുന്ന വലയിൽ നിന്നും കുട്ടനെ രക്ഷിക്കണം.
ദേവമോളെ, ആ സ്വാമിയച്ച, ഞാൻ മറ്റു മരുന്നുകളുടെ ഫോട്ടോ കൂടി സ്വാമിയച്ചന്റെ ഫോണിലേക്ക് അയച്ചിട്ടുണ്ട്. സ്വാമിയച്ചനെ ഒന്ന് നോക്കാമോ? ഞാനും നോക്കട്ടെ മോളെ. മോളെ, ആ സ്വാമിയച്ച പറയൂ. ഈ ഫോട്ടോയിൽ കാണുന്ന മരുന്നുകളൊന്നും സിദ്ധുവിന്റെ രോഗം ഭേദമാക്കാനുള്ള മരുന്നുകളല്ല. ഇതൊക്കെ നിരോധിക്കപ്പെട്ട തരം മരുന്നുകളാണ്. ചുരുക്കി പറഞ്ഞാൽ കൂടുതലും ഉറങ്ങാനുള്ള മരുന്നുകളാണ്. സ്വാമിയച്ചും പറഞ്ഞ ശരിയാ. ആ മരുന്നുകൾ കഴിക്കുമ്പോ കുട്ടൻ വളരെ നേരം കിടന്നുറങ്ങാറുണ്ട്. മാത്രല്ല അതിനുശേഷം കുട്ടന്റെ കുട്ടിത്തം കൂടുകയാണ്. വേണ്ട, ഇനി ഈ മരുന്നുകളൊന്നും സിദ്ധാർത്ഥന് കൊടുക്കണ്ട. ആ പകരം ഞാൻ അയച്ചു തരുന്നത് മാത്രം കൊടുത്താൽ മതി. ശരി സ്വാമിയച്ച. കുട്ടൻ ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളെല്ലാം ഞാൻ ഉടനെ തന്നെ എടുത്ത് കളഞ്ഞേക്കാം. അത് മാത്രം പോരാ, ഞാൻ പറഞ്ഞതുപോലെ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യണം. ആ ചെയ്തോളാം സ്വാമിയച്ച. എല്ലാം ഞാൻ കൃത്യമായിട്ട് നോക്കിക്കോളാം. എങ്കിൽ സർവ്വതും സുഖമായി പരിണമിക്കും. ശരി സ്വാമിയച്ച. ശരി. മലാക്കെ വാ കളിക്കാം നമുക്ക്. വാ. മരുന്നുകൾ മാത്രമല്ലല്ലോ കാര്യം. സിദ്ധുവിനെ സുഖപ്പെടുത്താനുള്ള ദേവികയുടെ പരിശ്രമങ്ങൾ തടയാനായി ഇനിയും പല മാർഗങ്ങൾ എന്റെ കയ്യിലുണ്ട്. എന്ത് മാർഗം? നീ ആദ്യം നിന്റെ മരുമകളെ വിളിക്കേ. അവളെ വിളിച്ചിട്ട് ഇപ്പൊ എന്തിനാ? മായേ, ശിഖണ്ഡിയെ മുൻനിർത്തി അർജുനൻ യുദ്ധം നടത്തിയതുപോലെ ഇനി നമുക്ക് അഞ്ജിതയെ മുന്നിൽ നിർത്തി ഒരു കളി കളിക്കാം. എന്താ ഹരിയേട്ടന്റെ മനസ്സിലുള്ള പ്ലാൻ? അത് പറ ആദ്യം. ഹെടി, ദേവിക മരുന്ന് നശിപ്പിക്കുന്ന വിവരം അഞ്ജിത വഴി അമ്മയെ അറിയിച്ച് ഇവിടെ വലിയൊരു പ്രശ്നം ഉണ്ടാക്കണം. സിദ്ധുവിന്റെ മരുന്ന് ദേവിക നശിപ്പിച്ചു എന്നറിഞ്ഞ അമ്മ പിന്നെ മിണ്ടാതിരിക്കോ? അപ്പൊ ദേവിക ഇവിടെ നടിച്ച് പുറത്താക്കില്ലേ? ഈ വിവരം നമ്മളായിട്ട് അമ്മയോട് പറഞ്ഞാ പോരെ? തൽക്കാലം നമുക്ക് പുറത്തു നിന്ന് കളി കാണാം. എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് ഇടപെടാം. നീ ആദ്യം അഞ്ജിതയെ വിളിക്കേ. മോളെ അഞ്ജിതേ, അഞ്ജിതേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.